എന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്റെ പണമല്ല. എന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്റെ പഠിത്തമല്ല. എന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്റെ ദൈവത്തോടുള്ള ബന്ധം, എന്റെ കർത്താവിനോടുള്ള ബന്ധം. എന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എനിക്ക് ദുബായ് പോകാൻ പറ്റിയതല്ല. എന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എനിക്ക് അമേരിക്കൻ വിസ കിട്ടിയതല്ല. എന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് വേങ്ങൂരോ ചെറുവക്കലോ ഒരു വീട് വെക്കാൻ പറ്റിയതല്ല. എന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്റെ യേശുവിനെ ഞാൻ കണ്ടെത്തിയതാ എന്ന ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാമോ? എന്റെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് എന്റെ യേശുവിനെ ഞാൻ കണ്ടെത്തിയതാ, എന്റെ രക്ഷകനെ ഞാൻ കണ്ടെത്തിയതാ. അതെ, നഷ്ടപ്പെട്ട മാനവകുലത്തിന്റെ ഭാവി തിരിച്ചു തരാൻ യേശുവിന് കഴിയും. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ ഡാനിയൽ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ദൈവദാസനാണ്. ഉള്ളത്തിലൊന്നും വയ്ക്കാതെ എല്ലാ കാര്യം തുറന്ന് സംസാരിക്കുന്ന മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന അകത്തൊന്ന് വെച്ച് ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുന്ന സഹോദരങ്ങളെ, ഇന്നേക്ക് ഒരു 4 മാസം മുമ്പ് ശുശ്രൂഷയിൽ നല്ല തിരക്കിട്ടോടുന്ന സമയം, എൻ്റെ 17ാമത്തെ വയസ്സിലാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത്. യാഥാസ്ഥിതികമായ ഒരു സാമുദായിക കുടുംബത്തിൽ നിന്നും. എൻ്റെ അമ്മ ഇന്ന് ഈ മീറ്റിങ്ങിലുണ്ട്. എൻ്റെ മമ്മി ഈ മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ she's here. I will do pastor. I will do. എൻ്റെ 17ാമത്തെ വയസ്സിൽ 16ാമത്തെ വയസ്സിൽ +2 വിദ്യാഭ്യാസത്തോടൊപ്പം ഈ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓടുമ്പോൾ, ഞാൻ പഠിക്കാനായി എഴുന്നേക്കുന്ന സമയത്ത് രാവിലെ വെളുപ്പിനെ 3:30 മണിക്കും 4 മണിക്കും ഒക്കെ എക്സാം എടുക്കുന്ന സമയത്ത് പഠിക്കാൻ എഴുന്നേക്കും. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ബെഡ്റൂമിൽ, എൻ്റെ അമ്മയുടെ ബെഡ്റൂമിൽ എൻ്റെ അമ്മയുടെ കരച്ചിൽ, പ്രാർത്ഥനയുടെ ശബ്ദം എനിക്ക് കേൾക്കാം. ഞാനൊന്നൊരു മർത്തോമക്കാരനാണ്. പള്ളിയിൽ പോകുന്ന, പുസ്തകമെടുത്ത് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നൊരു സാധാ വിശ്വാസി. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മ എന്തിനാണ് ഈ കരയുന്നത്? ഞാൻ രാവിലെ 4-നും 3:30-ക്കും എഴുന്നേറ്റത് പഠിക്കാൻ വേണ്ടിയാ. പക്ഷെ അമ്മ രാവിലെ 3:30-ക്ക് എഴുന്നേറ്റ് കരയുന്ന കാര്യം എന്നാ? അമ്മയ്ക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ? പക്ഷെ ഞാൻ പറയട്ടെ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കുടുംബം ഞങ്ങളുടെ യൗവന പ്രായത്തിൽ ഞങ്ങൾക്ക് തന്നത് ഐഫോണും ലാപ്ടോപ്പും യമഹയുടെ ബൈക്കും അല്ല. ഞങ്ങൾക്ക് തന്നത് യേശുവിനെയാ. യേശുവിനെ. എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ട്. അവർ 2 പേരും ഇന്ന് കർത്താവിന്റെ വേലയിലാണ്. എന്നേക്കാൾ 10 വയസ്സിന് മൂത്ത എൻ്റെ ജ്യേഷ്ഠനെ ഞാനാണ് സ്നാനപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ഭാര്യയെ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചപ്പോൾ വെല്ലുവിളികൾ ധാരാളം ഉണ്ടായിരുന്നു. സ്തോത്രം. അറിഞ്ഞ സത്യത്തിന് വേണ്ടി, വചനത്തിന് വേണ്ടി ഉറച്ചു നിന്നു. വിശുദ്ധിക്കും വേർപാടിനും ദൈവവചന സത്യത്തിനും വേണ്ടി വില കൊടുത്തു നിന്നു. 18 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു യാഥാസ്ഥിതിക സാമുദായിക കുടുംബത്തിൽ നിന്ന് എന്നെ മുടക്കി. നാട്ടുകാർ മുഴുവൻ പ്രതികൂലായി. എൻ്റെ ഭാവി എന്തായി തീരുമെന്ന് അവർ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഓർക്കുന്നു, കൊട്ടാരക്കര ദി പെന്തിക്കോസ്ത് മിഷനിൽ നടന്ന ബൈബിൾ ക്ലാസ്. പൊടിക്കുഞ്ഞ് പാസ്റ്റർ എന്നറിയപ്പെടുന്ന അനുഗ്രഹീത കർത്തൃദാസൻ 3 മാസം യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചും കർത്താവിന്റെ മക്കളുടെ ഉൽപ്രാവണത്തെ കുറിച്ചും പഠിപ്പിച്ചു. ആ 3 മാസം നടന്ന കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചും, ദൈവസഭ ഈ ഭൂമിയിൽ എടുക്കപ്പെടുന്നതിനെ കുറിച്ചും, അന്ത്യ ന്യായവിധിയെ കുറിച്ചുമുള്ള വചനം എന്റെ അകത്ത് കയറിയപ്പോൾ, ടിനു ജോർജ് ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി ഇറങ്ങിയവനല്ല. ടിനു ജോർജ് കടഭാരം മാറാൻ ഇറങ്ങിയവനല്ല. നല്ല പ്രായത്തിൽ ഒരു രോഗവുമില്ലാതെ, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സത്യവചനം മനസ്സിലാക്കി ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ഇറങ്ങിയവനാണ്. സ്തോത്രം. 18 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ജോഡി ഡ്രസ്സും എടുത്ത് ദി പെന്തിക്കോസ്ത് മിഷന്റെ മാസയോഗത്തിൽ അന്നത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് പാസ്റ്റർ ആയിരിക്കുന്ന ടി.യു. തോമസ് എന്ന് പറയുന്നത് ഏറ്റവും അവരുടെ വലിയ മൂപ്പന, അവരുടെ അഭിഷിക്തന, അവരുടെ അപ്പോസ്തലന. അദ്ദേഹത്തിന്റെ കൈക്കീഴിൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. വിശ്വാസത്തിലേക്ക് വന്നു. വിശുദ്ധിയിലും വേർപാടിലും പെന്തക്കോസ്ത് ആരാധനയിലും
സ്തോത്രം. ഞാൻ ഇന്നും ഓർക്കുന്നു, ഓടനാവട്ടം ഷാരോൻ എന്ന് പറയുന്ന സഭയിൽ പള്ളിയിൽ നിന്ന് പ്രശ്നം, വീട്ടിൽ നിന്ന് പ്രശ്നം, സമൂഹത്തിൽ നിന്ന് പ്രശ്നം. 7 ദിവസം ആ ഷാരോനിന്റെ ആ ഹോളിനകത്തുള്ള സ്റ്റേജിൽ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. 40 ദിവസവും 21 ദിവസവും വർഷത്തിൽ 2-3 പ്രാവശ്യം പട്ടിണിയിരുന്ന് തമ്പുരാന്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്. ഇന്നും മുട്ടുമേൽ നിന്ന് പ്രാപിച്ചതല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. ഇന്നും ദൈവം തന്നതല്ലാതെ, ഉപവസിച്ചും പ്രാർത്ഥിച്ചും ലഭിച്ചതല്ലാതെ വേറൊന്നും പറയാനില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എറിയാൻ കല്ലുമായി നിൽക്കുന്നവനെ അല്ല ജിനു ജോർജ് ഫോക്കസ് ചെയ്യുന്നത്. ദൈവം ഏൽപ്പിച്ച ദർശനത്തെയാണ്, ദൈവം ഏൽപ്പിച്ച ദൗത്യത്തെയാണ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. ആമേൻ, ആമേൻ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആ ഒരു അടിസ്ഥാനം, ആ ഒരു ഫൗണ്ടേഷൻ, അമേസിംഗ് ഫൗണ്ടേഷൻ, പെന്റക്കോസ്റ്റൽ ഡോക്ട്രിൻസിന്റെ അമേസിംഗ് ഫൗണ്ടേഷനാ തമ്പുരാൻ എനിക്കിട്ടെ. ഹല്ലേലൂയ. ആ ഫൗണ്ടേഷനിൽ നിന്നാ ഇന്നും കർത്താവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നേ. ആമേൻ, ഹല്ലേലൂയ. പല ഓഫറുകൾ മുമ്പിൽ വന്നു. തിരുമേനി പറഞ്ഞു, മടങ്ങി വന്നാൽ നിന്നെ അച്ചപ്പട്ടം തരാന്ന്. ഞാൻ പറഞ്ഞു, പൗരോഹിത്യം എന്നെ അവസാനിച്ചു. ഞാൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവിനെ കണ്ടെത്തി. ഞാൻ രാജകീയ പുരോഹിതമായി. സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, എന്റെ ബ്രേക്ക് ത്രൂ, എന്റെ വഴിത്തിരിവ് എന്റെ അപ്പന്റെ ജ്യേഷ്ഠൻ അമേരിക്കയിൽ ഉള്ളതല്ല. എന്റെ വഴിത്തിരിവ് ഏതോ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചതല്ല. എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് ജീവനുള്ള ദൈവത്തെ ഞാൻ കണ്ടെത്തിയതാ. ശബ്ദം ഉയർത്തി കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. മാന്യ സഹോദരങ്ങളെ, അവൻ ഭാവി നഷ്ടപ്പെട്ടവനായിരുന്നു. 2, നിങ്ങൾ കേൾക്കണം ഈ മെസ്സേജിനെ കുറിച്ച്. അങ്ങനെ 4 മാസം മുമ്പ് ദൈവസന്നിധി ഉപവസിക്കാൻ, പ്രാർത്ഥിക്കാൻ എനിക്കൊരു നിയോഗം കിട്ടി. അപ്പൊ എനിക്ക് ഒരുപാട് മീറ്റിങ്ങുകൾ എൻ്റെ മുൻപിലുണ്ട്. കർത്താവിനോട് പറഞ്ഞു, നീ കുറച്ച് ദിവസം മാറിയിരിക്കണം. എനിക്കറിയാം ദൈവസന്നിധിയിൽ ദൈവം അങ്ങനെ ഇടപെടുന്ന നാളുകളിൽ ദൈവത്തിന് എന്നോട് സംസാരിക്കാനുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിക്കാൻ തുടങ്ങി. ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ. എന്നൊക്കെ 4 മാസം മുൻപ് ഈ മെസ്സേജ് ദൈവം സംസാരിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന സന്ദേശം. ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ഉപവാസം 17 ദിവസം നീണ്ടു നിന്നു. 17 ദിവസം. എന്നോടൊപ്പം കർത്താവിന്റെ വേല ചെയ്യുന്ന സഹോദരന്മാർ ഇവിടെയുണ്ട്, അവർക്കതറിയാം. ആ 17 ദിവസത്തെ എന്റെ ഉപവാസത്തിൽ ദൈവം എനിക്ക് തന്ന സന്ദേശ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. വിലയുള്ളതിന് വില കൽപ്പിക്കാൻ അറിയണം. ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് പ്രാപിച്ചതല്ല, ഇത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. അതുകൊണ്ട് ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് പലയിടത്തും പ്രസംഗിച്ചപ്പോൾ ഒരു അനുഭവം പറയണമല്ലോ. ഈ വചനം ഇന്ന് രാത്രിയിൽ വിശ്വസിച്ചേറ്റെടുത്താൽ ഞാൻ എന്താണോ പ്രീച്ച് ചെയ്യുന്നത് അത് ദൈവം നിന്റെ മേൽ പ്രൂവ് ചെയ്യും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങൾ പ്രസംഗിച്ച ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ടു. എല്ലാരും കേൾക്കുന്നുണ്ട്, എല്ലാരും ഇത് കേൾക്കുന്നുണ്ട്. പക്ഷെ അടുത്ത വാക്ക് ശ്രദ്ധിക്കണ്ടേ? വിശ്വസിക്കുന്ന നിങ്ങളിൽ ഇത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ ഇത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിമർശിക്കുന്നവനിലല്ല ഇത് വ്യാപരിക്കുന്നത്, അസൂയയോടിരിക്കുന്നവനിലല്ല ഇത് വ്യാപരിക്കുന്നത്, വിശ്വസിക്കുന്നവരിൽ ഇത് വ്യാപരിക്കുന്നു. അതെ, പറയാമോ? നഷ്ടപ്പെട്ട എന്റെ ഭാവി മടക്കി തന്നത് യേശുവാണെന്ന് സമ്മതിക്കാൻ എത്ര പേർക്ക് കഴിയും? ചേറ്റുകുണ്ടിൽ കടന്ന എന്നെ, ജീവിതത്തിൽ ഒരു പ്രത്യാശയുമില്ലാതെ പോയിരുന്ന എന്നെ പ്രത്യാശ കൊണ്ട് നിറച്ചത് കർത്താവാണെന്ന് പറയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ പന്തലിന്റെ കീഴിൽ ഭാവി നഷ്ടപ്പെട്ട ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ട ഭാവി യേശു തിരിച്ചു തരും. നമ്പർ 2, കുരുടന്റെ രണ്ടാമത്തെ പ്രത്യേകത, കുരുടന്മാരുടെ പ്രശ്നം. രണ്ടാമത്തെ വിഷയം, വേഗത നഷ്ടപ്പെട്ടവൻ. 1, ഭാവി നഷ്ടപ്പെട്ടവൻ. 2, വേഗത നഷ്ടപ്പെട്ടവൻ. ഞാനിത് പറയുമ്പോൾ ഇന്ന് രാത്രി ഇത് ആത്മാവിൽ ഏറ്റെടുക്കണം. കുരുടന്മാർക്ക് എല്ലാവരെ പോലെയും വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാനൊക്കില്ല. കുരുടന്മാർക്ക് എല്ലാവരെ പോലെയും സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല.
പ്രൈസ് ദി ലോർഡ്. എല്ലാവരെ പോലെ ഓടിപ്പോയി ട്രെയിനിൽ കയറാനൊക്കെ ഇല്ല. എല്ലാവരെ പോലെ ഓടിപ്പോയി ബസ്സിൽ കയറാനൊക്കെ ഇല്ല. നിങ്ങളെ പോലെ ഓടിപ്പോയി ഒരു കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കാനൊക്കെ ഇല്ല. അവർക്ക് ചിലരുടെ സഹായം ആവശ്യം. രണ്ട്, അവർ വളരെ സ്ലോയാ, വേഗത നഷ്ടപ്പെട്ടവരാ. ഇന്ന് രാത്രി വിശ്വസിക്കുമോ? എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെട്ട വേഗത യേശുവിനെ മടക്കി തരാൻ കഴിയും. ഇതൊരു പ്രവചന ശബ്ദമായിട്ട് ഏറ്റെടുക്കണം. അതെ, എൻ്റെ നിങ്ങളുടെ സ്പീഡ് കൂട്ടാൻ കർത്താവിന് കഴിയും. ഈ കുരുടന്റെ സ്പീഡ് കൂടിയില്ലേ? യേശു അവന് കാഴ്ച കൊടുത്തു കഴിഞ്ഞപ്പോ അവന്റെ വേഗത വർദ്ധിച്ചില്ലേ? അവൻ പഴയതുപോലെ എഴയുകയാണോ? അവൻ പഴയതുപോലെ നിരങ്ങുകയാണോ? അവന് വേഗതയായില്ലേ? ഇന്ന് രാത്രി ഇത് ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്താൽ മതി. നിന്റെ വേഗത കൂട്ടാൻ കർത്താവിന് കഴിയും. ചില കാര്യങ്ങൾ ഇട്ടെഴയുന്ന, സ്ലോയിൽ പോകുന്ന, മന്ദഗതിയിൽ എഴഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ വേഗത്തിൽ ഒരു വിടുതൽ നടക്കാൻ പോവാ. വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് ദൈവത്തിന് നന്ദി പറയണം. വേഗത്തിൽ പരിശുദ്ധാത്മാവ്, യെസ് കം ഓൺ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്റെ വേഗത വർദ്ധിപ്പിക്കും. ഇന്ന് രാത്രി നിന്റെ വേഗത വർദ്ധിപ്പിക്കും. ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചേ. ദൈവത്തിന് നിങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ കഴിയും. ജീവിതത്തിൽ ഇഴയുന്ന, സ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം അവസരം ശുശ്രൂഷയായിരിക്കാം, എല്ലാത്തിനകത്തും സ്ലോയിൽ വളരെ ഇഴഞ്ഞു പോകുന്ന അവസ്ഥയാണോ? ദൈവാത്മ പറയുന്നു, കർത്താവിന് നിന്റെ വേഗത കൂട്ടാൻ കഴിയും. എത്ര തെളിവുകളാ ബൈബിളിൽ. അഹരോന്റെ വടി ഒറ്റ രാത്രി കൊണ്ട് തളിർത്തു. സാധാരണ നിലയിൽ നോക്കിയേ, സാധാരണ നിലയിൽ ഒരു ബദാം വൃക്ഷം കായ്ക്കണമെങ്കിൽ, USA കാലിഫോർണിയയിൽ ചെന്നപ്പോ ആൽമണ്ട് ട്രീസ് ഉണ്ട്, ആൽമണ്ട് ട്രീസ്, ബദാം വൃക്ഷങ്ങൾ. ഞാൻ അവിടെ നിന്ന് ഒരു വിദേശിയോട് ചോദിച്ചു, സാർ എത്ര വർഷം എടുക്കും ഈ ബദാമിൽ ബദാം ഉണ്ടാകാൻ? അദ്ദേഹം പറഞ്ഞു, ഇത് ബദാമാകാൻ 4 to 5 years, 4 മുതൽ 5 വർഷം വരെ എടുക്കും ഇതിൽ ബദാം ഉണ്ടാകാൻ. ഈ 5 കൊല്ലം കൊണ്ട് നടക്കേണ്ട പ്രോസസ് അല്ലേ ഒറ്റ രാത്രി കൊണ്ട് തമ്പുരാൻ ചെയ്തേ? ഈ 5 കൊല്ലം കൊണ്ട് നടക്കേണ്ട ഈ കേസ് അല്ലേ ഒറ്റ രാത്രി കൊണ്ട് ദൈവം ചെയ്തേ? വിശ്വസിക്കാമോ? 5 കൊല്ലം കൊണ്ട് നടക്കേണ്ട കാര്യത്തെ 5 മണിക്കൂറിനകത്ത് എനിക്ക് വേണ്ടി ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്ന് അത് വിശ്വസിക്കുന്നല്ലോ. സംഭവിക്കട്ടെ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. നെഹമ്യാവിന്റെ കാലത്ത് 5 കൊല്ലം കൊണ്ട് നടക്കേണ്ട മതിൽ പണി 52 ദിവസം കൊണ്ട് ദൈവം തീർത്തില്ലേ? വിശ്വസിക്കാമോ? 10 കൊല്ലം കഴിഞ്ഞല്ല, 20 കൊല്ലം കഴിഞ്ഞല്ല, ഇന്ന് രാത്രി ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ നോക്കും. ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ നോക്കും. അതിന് അമേരിക്ക പോകണമെന്നില്ല, അതിന് കുവൈറ്റിൽ പോകണമെന്നില്ല, അതിന് കൊല്ലം ജില്ലയിൽ നിന്നാ മതി, ദൈവത്തിന് അനുഗ്രഹിക്കാൻ നോക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളായിട്ട് ദൈവത്തിന് വഴി പറഞ്ഞു കൊടുക്കാതിരുന്നാൽ മതി. സ്തോത്രം. അവിടെയാ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ദൈവത്തിന് നമ്മൾ ട്യൂഷൻ എടുക്കാൻ പോകരുത്. കർത്താവ് പറയുന്നത് നമ്മൾ കേൾക്കുക. അവൻ വേഗത്തിൽ നമുക്ക് വേണ്ടി. ദൈവമോ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ വേഗത്തിൽ അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം നിന്റെ ജീവിതത്തിൽ ഇട്ടഴയ്ക്കുന്ന ചില വിഷയങ്ങളിൽ ഇന്ന് രാത്രി വിടുതൽ ഉണ്ടാകാൻ പോവുക. ചില ദൈവസഭകൾ വേഗത്തിൽ വളരാൻ പോവുക. ചില കുടുംബങ്ങളിൽ വേഗത്തിൽ ഒരു വിടുതൽ ദൈവം അയക്കാൻ പോവുക. തലമുറയുടെ വിഷയങ്ങൾ, ഇടയുന്ന വിഷയങ്ങളിൽ വേഗത്തിൽ ഒരു വിടുതൽ ദൈവം അയക്കാൻ പോവുക. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ആത്മീയ ശുശ്രൂഷയുടെ വിഷയത്തിൽ, ചില വിവാഹ വിഷയത്തിൽ, ചില കുടുംബ വിഷയത്തിൽ, ശത്രു ഇടയ്ക്കുന്ന മേഖലയിൽ വേഗത്തിലൊരു വിടുതൽ പരിശുദ്ധാത്മാവ് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം. അതെ, വേഗത്തിൽ പ്രതിക്രിയ
നടത്തി രക്ഷിപ്പാൻ അവന് കഴിയും. ആഹാബിന്റെ രഥത്തിന് മുൻപേ ഏലിയ ഓടി. കുതിരയ്ക്കാണോ പവർ? മനുഷ്യനാണോ? കുതിരയുടെ കാലിനാണോ ശക്തി? മനുഷ്യന്റെ കാലിനാണോ? നോക്കിയേ, രാജാവായ ആഹാബിന്റെ രഥത്തിന് മുൻപിൽ ഏലിയ ഓടി. അതിന് മുൻപേ ഓടി. ആദ്യം അതെ, കുതിരയേക്കാൾ അധികം നിന്റെ വേഗത കൂട്ടാൻ ദൈവത്തിന് കഴിയും. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ വാലല്ല, ഞാൻ നിന്നെ തലയാക്കും. പ്രൈസ് ദി ലോർഡ്. ഒരുമാതിരിപ്പെട്ട പ്രവാചകന്മാരെല്ലാം പറയുന്നൊരു വാക്കാ സ്തോത്രം. പക്ഷെ എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഞാൻ നിന്നെ വാലല്ല. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ സകലത്തിലും ഇതേ ഉന്നതമാക്കും. അവൻ നിന്നെ വാലല്ല തലയാക്കും. എന്നാണ് അർത്ഥം? വാലിന്റെ സ്ഥാനം പുറകില, വാല് പുറകില, വാലെപ്പോഴും ബാക്കില. പക്ഷെ തല ഫസ്റ്റ്. ഹെഡ് ഈസ് ഫസ്റ്റ്, ടെയിൽ ഈസ് ബാക്ക്. തലയ ഒന്ന്, നമ്പർ 1 ഹെഡ്. വാല് പുറകില. പലയിടത്തും നീ പുറകിലായിരുന്നെങ്കിൽ, പലയിടത്തും നീ പിന്നിലായിരുന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയും. വിശ്വസിക്കാമോ? ഇതിനകത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊതിക്കുന്നവരുണ്ട്. ഇതിനകത്ത് വചനം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇതിനകത്ത് കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. മുൻപോട്ട് വരാൻ കഴിയാതെ നിൽക്കുന്ന തടസ്സങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ പിന്നിൽ നിന്ന് മുന്നിൽ എത്തിക്കും. വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് ഇത് ഊതേറ്റെടുക്കുമോ? എന്റെ കുടുംബത്തിനകത്ത്, എന്റെ സഹോദരങ്ങളുടെ ഇടയിൽ, എന്റെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ശത്രു എന്നെ പുറകിലാക്കിയെങ്കിൽ എന്റെ ദൈവത്തിന് എന്നെ വാലല്ല, പുറകിൽ നിൽക്കുന്ന ടൈലല്ല. ഹെഡ് ഈസ് ഫസ്റ്റ്. ഹല്ലേലൂയ. ആമേൻ. വാലിന്റെ പ്രത്യേകത, വാലെപ്പോഴും എഴയുന്നതാ. വാലെപ്പോഴും പുറകെ കിടന്ന് എഴയുന്നതാ. സ്തോത്രം. തലയുടെ പ്രത്യേകത സഡൻ ആക്ഷനാ. വാലെഴയ്ക്കുമെങ്കിൽ തല പെട്ടെന്ന് പ്രവർത്തിക്കും. എഴയ്ക്കുന്ന അനുഭവത്തിൽ നിന്ന് വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞാൽ, എഴയുന്ന അനുഭവത്തിൽ നിന്ന് ആത്മാവ് പ്രവചിക്കുന്നു, സഡനായി ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഓ, ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. 1, ഭാവി നഷ്ടപ്പെട്ടവൻ. 2, വേഗത നഷ്ടപ്പെട്ടവൻ. 3, ഈ കുരുടന്മാരുടെ പ്രശ്നം 3, പുതുമ നഷ്ടപ്പെട്ടവൻ. പുതുമ. അവർക്കൊന്നും പുതുമയില്ല. അവർക്ക് പുതുതായിട്ടൊന്നും കാണാനില്ല. അവർക്ക് എപ്പോഴും ഒറ്റ കാഴ്ചയാണ്. 23ാമത് ചെറുവക്കൽ കൺവെൻഷനിൽ നിറച്ച ആളുണ്ടല്ലോ. കുരുടന്മാർക്ക് പറയാനില്ല. ഈ ബിൽഡിംഗ് ഒക്കെ പുതുതായിട്ട് പെയിന്റ് ചെയ്തോ? പറയാനില്ല. ടിനു ജോർജ് അല്ലേ? പറയാനില്ല. ഒത്തിരി അഭിഷിക്തന്മാരോട് പറയാനില്ല. കാരണം കുരുടന്മാർക്ക് ഒന്നും പുതുമയില്ല. അവർക്കൊന്നും ഒറ്റ കാഴ്ചയാ. ഒറ്റ കാഴ്ച. അവർക്ക് ഫ്രഷ് ആയിട്ടൊന്നും കാണാനില്ല. എന്നാൽ ഓർത്തോ, സകലത്തെയും പുതുതാക്കാൻ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. സകലത്തെയും പുതുതാക്കാൻ. അതെ, അവൻ സകലത്തെയും പുതുതാക്കുന്നു. അവൻ എന്നെ പുതുതാക്കാൻ കഴിയും. അതാണ് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും അവനിൽ പുതുതായിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെന്ന് സ്തോത്രം ചെയ്യാം. എന്നെ കേൾക്കുന്ന മാന്യ ദൈവസഭയെ, ദൈവത്തിന്റെ ജനങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുമയുമില്ലാതെ എന്നും ഒരേ റൊട്ടീൻ, ഒരേ അനുഭവത്തിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ സകലത്തെയും പുതുതാക്കാൻ കർത്താവിന് കഴിയും. പുതിയ വചനത്താൽ ദൈവം നിന്നെ നിറയ്ക്കും. പുതിയ ശുശ്രൂഷയാൽ ദൈവം നിന്നെ നിറയ്ക്കും. പുതിയ ആത്മാക്കളെ നിന്റെ സഭയിൽ ദൈവം കൊണ്ടുവരും. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നു? പുതിയ വാതിലുകൾ ദൈവം തുറന്നു തരും.
ഒരു മനുഷ്യനും അടയ്ക്കുവാൻ കഴിയാത്ത വിശാലവും സബലവുമായ വാതിൽ, പുതിയ വാതിൽ അവന് തുറന്നു തരാൻ കഴിയാം. ശബ്ദമുയർത്തി ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-19 വാക്യം ശ്രദ്ധിക്കാം. യെശയ്യാ 43:18-19. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. എല്ലാരും നോക്കി. മുമ്പുള്ളവയെ ഓർക്കേണ്ട എന്ന് പറഞ്ഞേ. അത് മുമ്പുള്ളവയെ ഓർക്കേണ്ട. പക്ഷെ ഓർക്കുന്നെങ്കിൽ അതേ ഓർക്കുന്നുള്ളൂ. എന്തേലും ഓർമ്മയുണ്ടേ അതേ ഉള്ളൂ. ഇന്നും 2003 കാര്യം പറഞ്ഞാ വീട്ടിൽ അടിയുണ്ടാക്കുന്നത്. കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. 2012 കാര്യം പറഞ്ഞാൽ ഇന്നും പിള്ളേരുടെ വഴക്കുണ്ടാക്കുന്നത്. എന്തേലും ഓർത്തിരിക്കുന്നെങ്കിൽ പഴയ കാര്യങ്ങളേ ഓർമ്മയിലുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കല്യാണം കഴിച്ച നാളിലുള്ള കാര്യം പറഞ്ഞ് മക്കളും കൊച്ചുമക്കളും ആയൊരു പ്രശ്നം ഉണ്ടാക്കുന്നു. ഓർത്തേ, മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട. പണ്ടത്തെ കാര്യമൊന്നും ഓർത്ത് ആകുലപ്പെടണ്ട. എന്താ അതിന്റെ കാരണം? ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. 23-ാമത് ചെറുവക്കൽ കൺവെൻഷനിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യാൻ പുത്രന് മാത്രമേ കഴിയത്തുള്ളൂ. നിന്റെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യാൻ പുത്രന് മാത്രമേ കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്നവരെന്ന് രാത്രി കരങ്ങൾ അടിച്ച ദൂത് ഏറ്റെടുത്ത് എന്റെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യാൻ receive it back in the name of Jesus. He's going to do the new things. പുതിയതൊന്ന് ചെയ്യും. അടുത്ത വാക്ക് നിങ്ങൾ കണ്ടോ? അത് ഇപ്പോൾ ഉത്ഭവിക്കും. അതാണ് കേൾക്കണ്ടേ, അതാണ് കേൾക്കണ്ടേ. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ചില ആൾക്കാർ ദൂത് പറയുന്നത് പോലെ വരുന്ന നാളുകളിലല്ല. മകനെ, വരുന്ന നാളുകളിൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അല്ല, അതല്ല. പ്രൈസ് ദി ലോർഡ്. 2016 നിനക്ക് വിടുതലിന്റെ വർഷം. അതുമല്ല, വിടുതലിന്റെ വർഷം ആയിക്കോട്ടെ. പക്ഷെ കർത്താവ് ഇവിടെ പറഞ്ഞ കേട്ടോ, ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യാൻ പോവാ. രാമീനും കേട്ടില്ലല്ലോ ഈ പന്തലിനകത്ത്. ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യാൻ പോവാ. അടുത്ത കൊല്ലം അല്ല, 10 കൊല്ലം കഴിഞ്ഞല്ല, റൈറ്റ് നൗ, ഇപ്പോൾ അത് ഉത്ഭവിക്കും. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയും? ഇപ്പോൾ അത് ഉത്ഭവിക്കും, അത് ഉത്ഭവിക്കും. സ്തോത്രം. യേശു കർത്താവ് ലാസറിനെ അടക്കിയതിന്റെ 4-ാം ദിവസം ബഥാനി വന്നു. നിങ്ങൾ എല്ലാവരും എന്നെ നോക്കണേ. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം. ലാസറിനെ അടക്കിയതിന്റെ 4-ാം ദിവസം ബഥാനി വന്നു. മാർത്ത ഓടി കരഞ്ഞുകൊണ്ട് അടുത്ത് വന്നു. മറിയ വന്നില്ല. ഇച്ചിരി പരിഭവമുണ്ട്. കാരണം പാസ്റ്ററിനെ നേരത്തെ ഹൗസ് വിസിറ്റിങ്ങിന് വിളിച്ചിട്ട് വന്നില്ല. അതിന്റെ പുള്ളിക്കാരി വന്നില്ല. മാർത്ത കർത്താവിന്റെ അടുക്കൽ വന്നു. അവൾ കരഞ്ഞുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, ഗുരു, യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? നീ ഒരു 4 ദിവസം മുമ്പെങ്കിലും വന്നായിരുന്നെങ്കിൽ എൻ്റെ ഈ സഹോദരൻ രക്ഷപ്പെട്ടനെ. ഇപ്പോഴും നീ ദൈവത്തോട് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിനക്ക് ദൈവം തരുമെന്ന് എനിക്കറിയാം. അവളോ അവന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച്, അത്രേ വരുവാനുള്ള പുനരുത്ഥാനത്തെക്കുറിച്ചാണ് പറഞ്ഞ്. ഒന്ന് ശ്രദ്ധിച്ചോണേ. 2 കാര്യങ്ങളാണ് മാർത്ത പറഞ്ഞ്. ഇന്നലകളിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. കാരണം ഇന്നലകളിൽ നിനക്ക് അത്ഭുതം ചെയ്യാൻ കഴിയുമായിരുന്നു. സാരമില്ല, എനിക്ക് വിഷമമില്ല. നാളുകളിൽ, വരുന്ന നാളുകളിൽ എൻ്റെ സഹോദരനെ ഉയർക്കും. ഞാനത് വിശ്വസിക്കാം. എന്താ അവള് പറഞ്ഞേ? ഇന്നലകളിൽ നീ അത്ഭുതം ചെയ്യുന്നവനായിരുന്നു. സാരമില്ല, എനിക്ക് വിഷമമില്ല, ഞാൻ സന്തോഷിക്കുന്നു. കാരണം നാളുകളിൽ, വരുന്ന നാളുകളിൽ എൻ്റെ സഹോദരനെ ഉയർക്കും.
പക്ഷെ കർത്താവ് പറഞ്ഞ ഇന്നലെ കുറിച്ചും നാളെ കുറിച്ചും അല്ല, അവനെ വെച്ചത് എവിടെ? അവനെ വെച്ച സ്ഥലം എവിടെ? ഇന്നലകളിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. നാളുകളിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന് നിനക്ക് പ്രത്യാശയുണ്ട്. പക്ഷെ ഒരു കാര്യം നീ അറിഞ്ഞോ, ഞാൻ ഇന്നിന്റെ ദൈവമാ. ഏറ്റെടുക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഞാൻ ഇന്നിന്റെ ദൈവമാ. എനിക്ക് ഇന്ന് ചിലത് ചെയ്യാൻ കഴിയും. ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാ. ഞാൻ ഇന്നിന്റെ ദൈവം. അതെ, ഇന്നലകളിൽ ദൈവം പ്രവർത്തിക്കാതിരുന്നതോർത്ത് പിറുപിറുക്കണ്ട. നാളുകളിൽ പ്രവർത്തിക്കുമെന്ന് ചിന്തിച്ചിരിക്കാൻ വേണ്ട. അങ്ങ് വിശ്വസിക്കുക. ഇന്ന് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അതടുത്ത കൊല്ലമല്ല, അതിപ്പോൾ ഉത്ഭവിക്കും. അതിപ്പോൾ ഉത്ഭവിക്കും. മരുഭൂമിയിൽ ഒരു വഴി, നിർജ്ജന പ്രദേശത്ത് നദികൾ. ഒരു ആർട്ടിസ്റ്റിന് പോലും ഇത് ചിന്തിക്കാനൊക്കില്ല. ദൈവം എങ്ങനെ ഇടപെടുന്നതെന്നാണ് നിങ്ങൾ ഈ പറയുന്നേ? ദൈവത്തിന്റെ ഇടപെടൽ അതിശക്തമാണ്. ദൈവത്തിന് ഏത് നിലയിലും നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ കഴിയും. വിശ്വസിക്കുന്നോ? ദൈവത്തിന് ഏത് മാർഗത്തിലൂടെയും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. ബിലയാമിനോട് ദൈവത്തിന് ഒരാലോചന പറയണം. നോക്കിയപ്പോ ഒരു മനുഷ്യ കുഞ്ഞിനെ അവിടെ കാണുന്നില്ല. അവന്റെ വാഹന മൃഗമായ കഴുത മാത്രമേ അവിടെ ഉള്ളൂ. കഴുതയും കൊണ്ട് ദൈവം ഇടപെടിച്ചില്ലേ? കഴുത സംസാരിച്ചില്ലേ? ഏലിയാവിന് അപ്പോ ഇറച്ചിയും കൊണ്ട് കൊടുക്കാൻ ഒരു കാക്ക ദൈവത്തിന് വേണം. കാക്കയോട് ദൈവം ഇടപെട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, യോനായെ നിനവയിൽ എത്തിക്കണം. ഒരു തിമിംഗലത്തോട് ദൈവം സംസാരിച്ചില്ലേ? കമോൺ. ജന്തുക്കളിൽ ഏറ്റവും വലിയ ജന്തു ആണ് തിമിംഗലം. ആനേക്കാൾ വലിപ്പമുണ്ട് തിമിംഗലത്തിന്. പ്രൈസ് ദി ലോർഡ്. ആനേക്കാൾ വലിപ്പമുള്ള ജന്തുക്കളിൽ ഏറ്റവും വലിയ ജന്തു ആയ തിമിംഗലത്തോട് ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. കാക്കയോട് ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. കഴുതയോട് ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇതെല്ലാം പോട്ടെ, പുഴുവിനോട് ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഈ യോന എന്ന് പറയുന്ന മനുഷ്യൻ നിനവയ്ക്ക് പോകേണ്ടവൻ തർശീശിൽ പോയി. നിനവയിൽ എത്തിക്കാൻ വേണ്ടി ദൈവം തിമിംഗലത്തോട് ഇടപെട്ടു. തിമിംഗലം അവനെ വിഴുങ്ങി, അവനെ അവിടെ കൊണ്ട് ഛർദ്ദിച്ചിട്ടു. എന്നിട്ട് ഈ പുള്ളിക്കാരൻ പോന്നോ? അവൻ നോക്കിയപ്പോൾ അവിടെ ഒരു തണൽ മരം കണ്ടു. ചില വിശ്വാസികൾക്ക് സഭയിൽ പെർമനന്റ് ആയിട്ടൊരു ചെയറുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, അവരവിടെ ഇരിക്കുള്ളൂ. അതുപോലെ യോന ഈ തണൽ മരത്തിന്റെ ചുവട്ടിലിരുന്നു, കാറ്റും കൊണ്ട്. നല്ലൊരു കംഫർട്ട് സോണായിരുന്നു അവന്. നല്ലൊരു കംഫർട്ട് സോൺ. കാറ്റൊക്കെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല കാറ്റുകൊണ്ട്, കടൽ കാറ്റടിക്കുകയല്ലേ. ദൈവം തമ്പുരാൻ ഇവനെ ഈ കംഫർട്ട് സോണിൽ നിന്ന് ഇളക്കണം, ഇവനെ ഇവിടുന്ന് പൊളിക്കണം. തമ്പുരാൻ നോക്കിയപ്പോൾ ആവണക്കിനകത്തൊരു കൊച്ചു പുഴു ഇരിക്കുന്നുണ്ട്. ദൈവം ആ പുഴുവിനോട് ഇടപെട്ടിട്ട് പറഞ്ഞത് മൊത്തം കുത്തി ഉണക്കി കളഞ്ഞേക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആവണക്ക് പുഴു കുത്തി ഉണക്കി ദൂരെ കളഞ്ഞു. വലിയ തിമിംഗലം മുതൽ കൊച്ചു പുഴുവിനോട് വരെ ദൈവത്തിന് ഇടപെടാൻ പറ്റുമെങ്കിൽ നിന്റെ വിഷയത്തിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റില്ലേ? എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നു? ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. സഹോദരങ്ങളെ, മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും. ഒരു ആർട്ടിസ്റ്റ് ഒരു പടം വരയ്ക്കുമ്പോൾ ഒരിക്കലും നിർജ്ജന പ്രദേശത്ത് നദി വരയ്ക്കില്ല. മരുഭൂമി വരച്ചാൽ ഒട്ടകത്തെ വരയ്ക്കും, കള്ളിമുൾച്ചെടി വരയ്ക്കും. കേരളം വരച്ചാൽ തെങ്ങ് വരയ്ക്കും. ഒരു ആർട്ടിസ്റ്റിന്റെ തലേ പോലും തോന്നാത്ത ചിന്തയാണ് ഈ ചിന്ത. നിർജ്ജന പ്രദേശത്ത് നദി, മരുഭൂമിക്കകത്തൂടെ വഴി. ഈ മരുഭൂമിയിൽ പോകുന്ന സമയത്ത് പോയവർക്കറിയാം, ഡെസേർട്ട് സഫാരിക്ക് പോയവർക്കറിയാം, അതിനകത്ത് ഒരു പകുതി വരെ കഴിഞ്ഞാൽ നമുക്ക് പോകാൻ ഡേഞ്ചറസ് ആണ്. പിന്നെ ഒരു വഴി നമുക്ക് പിടികിട്ടുകയില്ല, അതിനകത്ത് പെട്ടുപോകും. ഈ മരുഭൂമിയിൽ ഒരു വഴി, നിർജ്ജന പ്രദേശത്ത് നീരുറവ. ഒരു ചിന്തകന്റെ അകത്ത് പോലും ഇത് വരില്ല. അങ്ങനെയാണെങ്കിൽ വിശ്വസിച്ചോ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത,
ഒരു ചെവി കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെയും അകത്ത് പടം വരയ്ക്കുന്നവന്റെ അകത്ത് പോലും തോന്നിയിട്ടില്ലാത്തതാ തമ്പുരാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നേ. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരുടെയും ഉള്ളത്തിൽ തോന്നിയിട്ടില്ലാത്തത് കൈകൾ അടിക്കുന്നെങ്കിൽ ശക്തിയോടെ ഏറ്റെടുത്ത് കമോൺ വിശ്വസിക്കാമോ? ആരുടെയും ഉള്ളത്തിൽ തോന്നിയിട്ടില്ലാത്തത് ദൈവം എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ആമേൻ. സഹോദരങ്ങളെ, ഭാവി നഷ്ടപ്പെട്ടവൻ, പുതുമ നഷ്ടപ്പെട്ടവൻ, വേഗത നഷ്ടപ്പെട്ടവൻ, എന്നാൽ ഭാവി മടക്കി തരാൻ യേശുവിന് കഴിയും. ഇഴയുന്ന അനുഭവത്തിൽ നിന്ന് വേഗത കൂട്ടാൻ യേശുവിന് കഴിയും. നിന്റെ ജീവിതത്തെ സകലത്തെയും പുതുതാക്കാൻ യേശുവിന് കഴിയും. ഇതൂടെ പറഞ്ഞു നിർത്തുക, പ്രാർത്ഥിക്കാൻ പോവുക. ശിഷ്യന്മാർ അവനോട്, അപ്പൊ നിങ്ങൾ നോക്കണം, പിറവിയിലെ കുരുടനായവനെ യേശു കണ്ടു. യേശു അവനെ അറിഞ്ഞു. ഞാൻ ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ ശക്തമാണ് ദൈവം എന്നെ അറിഞ്ഞു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ അറിഞ്ഞത് ഒരു വലിയ കാര്യമല്ല, അറിഞ്ഞില്ലായിരുന്നേ കാണായിരുന്നു. പക്ഷെ ദൈവം എന്നെ അറിഞ്ഞത് ഒരു വലിയ കാര്യം തന്നെയാ. ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അവൻ നമ്മെ അറിഞ്ഞു. നോക്കണം, കുരുടനെ യേശു കണ്ടു. ഈ സമയത്ത് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഗുരു, ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തതാണോ? എന്തുകൊണ്ട് ഇവൻ കുരുടനായി? ശിഷ്യന്മാരോട് എന്നാ ചോദിച്ചേ? യേശുവേ, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തത് കൊണ്ടാണോ ഇവൻ കുരുടനായത്? പ്രൈസ് ലോർഡ്. ചില ചോദ്യങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവായതുകൊണ്ട് അതിന് ഉത്തരം പറഞ്ഞു. ഈ ചോദ്യമായിട്ട് വരുന്ന പലരെയും നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ചോദ്യം, ചിലരിങ്ങനെ യോഗമൊക്കെ കഴിയുമ്പോൾ ചോദ്യങ്ങളായിട്ട് വരും. ചില പാസ്റ്റർമാരോട് ഇങ്ങനെ ചോദ്യങ്ങളായിട്ട് വരും. ഈ ചോദ്യമായിട്ട് വരുന്നവരെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചോദിച്ചതിനെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനൊരു കൊളുത്തും ആ കൊളുത്തിന്റെ താഴെ ഒരു കുത്തും. ഈ ചോദ്യമായിട്ട് വരുന്നവരെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒന്ന് ഇവൻ കൊളുത്തും, അല്ലേ ഇവൻ കുത്തും. ഏതെങ്കിലും ഒന്ന് ചെയ്തേച്ച് ഇവൻ പോവുള്ളൂ. ശിഷ്യന്മാരുടെ ചോദ്യ, ഇവൻ ഇങ്ങനെ കുരുടനാകാൻ കാരണം എന്തുകൊണ്ട് ഇവൻ കുരുടനായി? പറഞ്ഞ് എന്തുകൊണ്ട് ഇവൻ കുരുടനായി? ഒന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ഇവൻ കുരുടനായി? അതാ ശിഷ്യന്മാർ ചോദിച്ചേ. പക്ഷെ യേശു പറഞ്ഞ മറുപടി എന്നാണെന്നറിയാമോ? ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിപ്പെടാനത്രേ. എന്തുകൊണ്ട് ഇവൻ കുരുടനായി എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടി, എന്തിനു വേണ്ടി ഇവൻ കുരുടനായി? കമോൺ, നിങ്ങളുടെ അകത്ത് കയറിയാൽ നിങ്ങളുടെ പ്രതികരണം ഇതെല്ലാം എനിക്കറിയാം. എന്തിനു വേണ്ടി ഇവൻ കുരുടനായി? ഹല്ലേലൂയ. യേശു പറയുന്നു, ദൈവപ്രവൃത്തി ഇവനിൽ വെളിപ്പെടാൻ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. നമ്മുടെ ലൈഫിൽ എന്തുകൊണ്ട് എന്നുള്ള പല ചോദ്യത്തിനും ഉത്തരയില്ല. എന്തുകൊണ്ടാ കർത്താവേ ഈ പ്രതികൂലം? ഉത്തരയില്ല. എന്തുകൊണ്ടാ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് നിന്ന? ഉത്തരയില്ല. എന്തുകൊണ്ടാ കർത്താവേ ഇത്രയും പ്രാർത്ഥിച്ച മനുഷ്യന് ആ രോഗം വന്നേ? ഉത്തരയില്ല. എന്തിനു വേണ്ടിയാന്ന് പറയാം, എന്തിനു വേണ്ടിയാന്ന് പറയാം. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തിനു വേണ്ടിയാന്ന് പറയാം, എന്തിനു വേണ്ടിയാന്ന് പറയാം. ദൈവപ്രവൃത്തി അതെങ്കിൽ വെളിപ്പെട്ട് വരുവാൻ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമോ? നമ്മൾ ചോദിക്കുന്ന ചോദ്യമില്ലേ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എന്തുകൊണ്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി? എന്തുകൊണ്ട് ഇങ്ങനൊരു വേദനയുണ്ടായി? എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിനിങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് എൻ്റെ മകൻ ഇങ്ങനെ സംഭവിച്ചു? ഉത്തരയില്ല. ഉത്തരം അന്വേഷിച്ചാലും കിട്ടുകയില്ല. പക്ഷേ എന്തിനു വേണ്ടി എന്നുള്ളതിന് ഉത്തരവുണ്ട്. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? ദൈവപ്രവൃത്തി അതിൻ്റെ മേൽ വെളിപ്പെടാൻ. ഇന്ന് രാത്രി എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഉള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, എന്തിനു വേണ്ടി ആ പ്രതിസന്ധി ആത്മ പറയുന്നു.
എന്തിനു വേണ്ടി ആ വെല്ലുവിളി നാഥ പറയുന്നു? ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ. ഓർക്കണം, ദൈവ പ്രവൃത്തിയെ തടയാൻ പിശാചിന് കഴിയില്ല. ദൈവ പ്രവൃത്തിയെ തടയാൻ ഒരു മനുഷ്യന് കഴിയില്ല. ദൈവ പ്രവൃത്തിയെ തടയാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയില്ല. വചനം പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, അത് തടുക്കും. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ദൈവ പ്രവൃത്തി. സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുന്നോ? എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ, എന്തിനു വേണ്ടി എന്ന് കർത്താവ് ഇന്ന് രാത്രി പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ഈ ദാരിദ്ര്യം, എന്തുകൊണ്ട് ഇതാരുടെയൊക്കെ ദൈവം ഇടപെടുന്ന എനിക്കറിയില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ഈ നിലയിൽ പോയി, എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു വിഷയം വന്നു? നിങ്ങൾ എത്ര തപ്പിയാലും അതിന് ഉത്തരം കിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി ചെവി തുറന്ന് കേട്ടോ, ഇതെന്തിനു വേണ്ടിയെന്ന് ആത്മാ പറയുന്നു. നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ, സഭയുടെ മേൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ. ഒരു ദൈവ പ്രവൃത്തി. കരങ്ങളടിച്ച് ഏറ്റെടുത്താട്ടെ. ഒരു ദൈവ പ്രവൃത്തി അതിന്റെ മേൽ വെളിപ്പെടാൻ. ഒരു ദൈവ പ്രവൃത്തി അതിന്റെ മേൽ വെളിപ്പെടാൻ. ഒരു ദൈവ പ്രവൃത്തി അതിന്റെ മേൽ വെളിപ്പെടാൻ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുമോ? ഇത് ദൈവപ്രവൃത്തിയുടെ രാത്രിയാണ്. ഇത് ദൈവപ്രവൃത്തിയുടെ രാത്രിയാ. വർഷങ്ങൾ കൊണ്ട് മാറാതെ നിന്ന രോഗം ഇന്ന് രാത്രി സൗഖ്യമാകുന്ന ദൈവപ്രവൃത്തിയുടെ രാത്രി. വർഷങ്ങൾ കൊണ്ട് അഴിയാത്ത ബന്ധനം ഇന്ന് രാത്രി അഴിയുന്ന ദൈവപ്രവൃത്തിയുടെ രാത്രി. എല്ലാ കണ്ണുകളും അടയട്ടെ. അപമാനിക്കുന്നവരുടെ നടുവിലും, നിന്ദിക്കുന്നവരുടെ നടുവിലും, ഭൂതമുണ്ടെന്ന് വിളിക്കുന്നവരുടെ നടുവിലും, പക്വതയില്ലാത്തവനെന്ന് പറയുന്നവരുടെ നടുവിലും, എറിയാൻ കല്ലുമായി നിൽക്കുന്ന ഒരു സമൂഹത്തിന് നടുവിലും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവളെന്ന ഉറപ്പ് നിനക്കുണ്ടോ? ഈ നൊടി നേരത്തേക്കുള്ള പ്രതികൂലം അനവധി തേജസ്സിന് കാരണമാക്കുമെന്നുള്ള പ്രത്യാശയുണ്ടോ? താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അതിശക്തമായി ഇന്ന് രാത്രി ഞാൻ ഈ പന്തലിനകത്ത് അനുഭവിക്കുക, ഈ സ്റ്റേജിൽ അനുഭവിക്കുക. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കല്ലുകളുടെ എണ്ണം എടുക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. പിതാവ് നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് നോക്കാനാ, ആ വിഷനിലേക്ക് നോക്കാനാ. കമോൺ സഹോദരങ്ങളെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭാവി യേശു മടക്കി തരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വേഗത യേശു നിങ്ങൾക്ക് തിരികെ തരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പുതുമ യേശു സകലത്തെയും നിങ്ങളിൽ പുതുതാക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഒരു ന്യൂ ഡൈമെൻഷനിലേക്ക് പാമ്പുക. ഡ്രൈ ആയിരിക്കുന്ന നിങ്ങളുടെ പ്രെയർ ലൈഫ്, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ അവൻ പുതുതാക്കാൻ പോവുക. യെസ് യെസ് യെസ്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ റിഫ്രഷ് ചെയ്യുന്ന രാത്രിയാണ്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കമോൺ. യെസ് ഹോളി ഗോസ്റ്റ്. സകലത്തെയും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് റിഫ്രഷ് ചെയ്യട്ടെ. ഞാൻ ചോദിക്കുന്നു, ഇന്ന് രാത്രിത്തെ മെസ്സേജിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു, ഒരു വാക്കിലൂടെങ്കിലും ദൈവം ഇടപെട്ടു എന്നുറപ്പുള്ളവർ ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ.